ഹായ് ഫ്രണ്ട്സ്, തൊലഹത്താണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ എല്ലാം നേരെ പെട്രോൾ ഞാൻ കഴിഞ്ഞ ടെസ്റ്റിലൊക്കെ നേരെ പെട്രോൾ ആയിരുന്നു കുറച്ച് മുന്നിലുണ്ടായിരുന്നത്. മൈലേജ് വൈസ് കുറച്ച് മുന്നിലുണ്ടായിരുന്ന, പെർഫോമൻസ് വൈസും കുറച്ച് മുന്നിലുള്ള പെട്രോൾ എല്ലാ പെട്രോളിനേക്കാളും നേരെയാണ്. ഇന്ന് എല്ലാ പെട്രോളൊന്നും എടുക്കുന്നില്ല. നമ്മൾ പിന്നെ ഭാരത് പെട്രോളിയാണ് BPCL ആണ് എടുക്കുന്നത്. BPCL നേരും തമ്മിലുള്ള ഒരു കമ്പേഴ്ഷനാണ് നടത്തുന്നത്. എന്താ വെച്ചാൽ ഒരു 5 രൂപ കൂടുതലാകുമ്പോൾ നേരിന്റെ പെട്രോളിന്. അപ്പൊ നേരിന്റെ പെട്രോൾ പഠിച്ചാൽ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു 50 പെട്രോൾ ഒഴിച്ചിട്ട് എത്ര ടൈം ഈ വണ്ടി ഐഡ്ലിങ്ങിൽ നിൽക്കുന്നതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് ഞാൻ കാർബറേറ്ററിലുള്ള പെട്രോൾ തീർക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിലിട്ടാണ്. കണക്ഷനൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ 50 പെട്രോൾ എടുക്കും. എന്നിട്ട് എത്ര സമയം 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യും. ഒരു പ്രാവശ്യം ടെസ്റ്റിങ്ങിലൊന്നും പറയാൻ പറ്റില്ല. 2 പ്രാവശ്യം ഒരേ പെട്രോൾ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് BPCL പെട്രോളാണ് കേട്ടോ. ഇത് നേരിന്റെ പെട്രോളാണ്. പക്ഷെ കാഴ്ചയിൽ നല്ല ഡിഫറെന്റ് നേരിന്റെ പെട്രോളിനുണ്ട്. കാരണം കുറച്ച് കളർ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു. നല്ലൊരു കളർ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ നേരിന്റെ പെട്രോൾ. നോക്കട്ടോ, ഇത് BPCL ആണ്, ഇത് നേരെയാണ്. അപ്പൊ ഈ 2 പെട്രോൾ എത്ര ടൈം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കണം. ഓടിച്ച് നോക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അത്യാവശ്യം ഒരു ടൈമിങ് നോക്കിയിട്ട് ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും ഏതാണ് കൂടുതൽ ഓടുക എന്നുള്ളത്. ഇപ്പൊ നിലവിൽ ഇതിന്റെ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ട്. കാരണം 5 രൂപ കൂടുതൽ കൊടുത്ത് പെട്രോൾ അടിക്കണേ നേരിനൊപ്പം ആരും ഉണ്ടാവാറില്ല. എല്ലാ പമ്പിലും ഇപ്പൊ നിലവിൽ നമ്മളെ ഏരിയയിലൊക്കെ എല്ലാ പമ്പും ഉണ്ട്. എൻ്റെ ലൊക്കാലിറ്റിയിൽ സകല പമ്പും, എല്ലാ ബ്രാൻഡ് പമ്പും ഉണ്ട്. അപ്പോൾ നേരിലിപ്പം കാലിയടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ഏതെങ്കിലും ഫുൾ ഏരിയയിലൊക്കെ പമ്പ് മാത്രമുള്ളവര്, നേരിന്റെ പമ്പ് മാത്രമുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ ഇപ്പോൾ നേരെയുള്ള അടിക്കാൻ വേറെ നിർവാഹം ഉണ്ടാവില്ല. അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇത് വെർത്താണോ? ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു കളർ ഡിഫറൻസ് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വെർത്താണോ എന്നുള്ള 5 രൂപ കൂടുതൽ കൊടുത്താൽ അതെന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഈക്വൽ ആണോ, കൂടുതലാണോ, കുറവാണോ നോക്കുകയാണ്. അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയിട്ടുണ്ട്. എന്നാലും സമ്പിൽ കുറച്ച് പെട്രോൾ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ചെറിയ രീതിയിൽ എടുക്കാത്ത പെട്രോൾ, ജെറ്റ് എടുക്കാത്ത പെട്രോൾ കുറച്ചുണ്ട്. എത്ര ഉണ്ടാവും എന്ന് കാണിച്ചു തരാം. വണ്ടി ഇപ്പോൾ ഓഫായി. ഞാനിപ്പം ഈ പെട്രോളിന്റെ സംഭവം ഒന്ന് കാലിയാക്കുകയാണ്. കാരണം നമ്മൾ പെട്രോൾ ഒഴിക്കുന്ന സമയത്തെ ആ ഒരു പെട്രോൾ മാത്രമേ അതിൽ ഉണ്ടാകാവൂ. അല്ലേ? അപ്പൊ ഈ സംഭ് നമ്മൾ കാലിയാക്കാതെ പെട്രോൾ ഇതിൽ വേറെ ഒഴിച്ചുകൊണ്ട് കയറേണ്ട, രണ്ടും മിക്സ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പം ഇത് ഓഫാക്കാൻ മറന്നു കേട്ടോ. പെട്രോൾ മുഴുവൻ പോയി. ഏതായാലും 30 ml അടുത്ത് പെട്രോൾ തോന്നുന്നു ഇതിലുണ്ടാവും തോന്നുന്നു കേട്ടോ. എനിക്ക് എടുക്കാത്ത പെട്രോൾ ഇത് ഒഴിവാക്കുകയാണ്. ഓക്കെ, ഒഴിവ് ഫുള്ള് കാലിയാക്കിട്ടോ. ഒരു പാത്രമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ സമ്പിന്റെ സ്ക്രൂ അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം അത് പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ അല്ലാണ്ട് പെട്ടെന്ന് സ്ലിപ്പാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നല്ല എഡ്ജും കാര്യങ്ങളും നല്ല രീതിയിലുള്ള വർക്കിംഗുള്ള സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അത് തുറക്കാൻ നോക്കുക. അല്ലെങ്കിൽ അതിന്റെ സ്ക്രൂ അത്യാവശ്യം നല്ല ടൈറ്റ് ആണ് ഉണ്ടാവുക. എഡ്ജൊന്നും ഇല്ലാത്ത കോർണറൊക്കെ പോയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാൽ തിരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിത് ക്ലോസ് ചെയ്തു. രാത്രി വീഡിയോ എടുക്കാൻ, പകല് വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പൊ രാത്രി വീട്ടിൽ വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. സ്ക്രൂവിൻ്റെ ഗ്രൂവ് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ടൈറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് BPCL ആണ്. BPCL കളർ ഇപ്പോൾ ലൈറ്റാണ്. നമ്മൾ ലൈറ്റുള്ളതുകൊണ്ട് ചെറിയ ഡിഫറൻറ്റ് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ നല്ല രീതിയിൽ ഒരു കളർ ഡിഫറൻറ്റ് ഇത് തമ്മിലുണ്ട് കേട്ടോ. നമ്മൾ ലൈറ്റ് നോക്കിയാൽ, ഇവിടെ വെച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരു ഷോർട്ട് ഇതിൽ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് 50 ml പെട്രോളാണ് എടുക്കുന്നത്. നോക്കാം.
നോക്കട്ടോ, കറക്റ്റ് 50 മില്ലി പെട്രോളാണ് എടുത്ത്. ഇതിൽ ഒഴിച്ചിട്ട് ശരിക്ക് എന്താ ഒരു കളറും കാണുന്നില്ല. മറ്റേ പെട്രോൾ ഒഴിക്കാൻ നോക്കാട്ടോ. അപ്പം ഈ ഒന്നുകൂടെ നോക്കണേ. ഓക്കെ, 50 മില്ലി കറക്റ്റാണ്. അപ്പം ഞാനിത് ഓപ്റ്റിമം ടെമ്പറേച്ചറിൽ എത്തിച്ചതിന് ശേഷമാണ് ഇത് മൈലേജ് നോക്കുന്നത്. ചില ആളുകൾ സംശയം ഉണ്ടാവും. കാരണം ഒരു വണ്ടി നമ്മൾ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു കുറച്ച് ഒരു 4-5 കിലോമീറ്റർ ലോഡ് ഓപ്റ്റിമം ടെമ്പറേച്ചർ എടുത്താൽ കറക്റ്റ് ആ ഒരു മൈലേജ് കാണിക്കില്ല വണ്ടി. അപ്പം നമ്മൾ കോൾഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഒരു വണ്ടിയിൽ ഒരു 50 പെട്രോൾ എടുത്തിട്ട് അതിൻ്റെ ഒരു ടൈമിംഗ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടില്ല. കാരണം ആദ്യം ഒഴിക്കുന്ന പെട്രോളിന് മൈലേജ് ഉണ്ടാവില്ല. അപ്പം ഇത് ഓൾറെഡി ഒരു 10-15 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ വണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്. പോരാത്തതിന് ഈ ഒരു ഐഡ്ലിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ പെട്രോൾ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്റ്റിമം ടെമ്പറേച്ചറിലാണ് ശരിക്കും ഈ ഒരു വണ്ടി ഉള്ളത്. കറക്റ്റ് ആ ടെമ്പറേച്ചറിലാണ് വണ്ടി, എഞ്ചിന് കറക്റ്റ് വാപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ടൈമിംഗ് ഓക്കെ ആണെന്ന് ഓക്കെ ആണ്. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യമല്ല, ഞാനിത് സെയിം പ്രൊസീജിയർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, കാരണം ഒരു പ്രാവശ്യം ചെയ്തെന്ന് കരുതി നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. അപ്പോൾ 2 പ്രാവശ്യം ഒരേ ഇതാണ്, ഏകദേശം ഒരേ ഇതിലാണ് കാണിക്കുന്നത്, ഉറപ്പിക്കാം നമുക്ക് അത് വെർത്താണോ അല്ലേ എന്നുള്ളത്. അപ്പം അത് തുറക്കാൻ പോവാണ്. കുറച്ചുള്ള സ്ലോപ്പിലാണുള്ളത് കേട്ടോ. പെട്രോൾ ഓവർഫ്ലോ ഒന്നുമില്ല, ഓക്കെയാണ്. ഓവർഫ്ലോ ഉണ്ടെങ്കിൽ ഇതിലൂടെ പെട്രോൾ വരും കേട്ടോ. നോക്കുക, ഇതൊക്കെ ഓക്കെയാണ്. പെട്രോൾ ഒന്നും കൂടെ മാറ്റി വെക്കട്ടെ. ഇനി ടൈമിംഗ് ഇപ്പോൾ സ്റ്റോപ്പ് ആറ്റ് 0 ആണ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, പക്ഷെ ഇതിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ചില വണ്ടികൾ ടൈമിംഗ് ഈ വണ്ടിന്റെ മൈലേജ് കറക്റ്റ് ട്യൂണിങ് അനുസരിച്ച് ഡിഫറെന്റ് ആയി നിൽക്കട്ടെ. എല്ലാ വണ്ടി ഒരേ ടൈമിംഗ് കിട്ടില്ല. പക്ഷെ ഇതിൽ കൂടുതൽ ഏതാണ് ഇപ്പൊ, ഇതിൽ മൈലേജ് കുറഞ്ഞാലും ഇല്ലെങ്കിലും കൂടുതലാണെങ്കിലും ഈ വണ്ടി കൂടുതലാണെങ്കിലും ഒക്കെ ഇതിൽ കൂടുതൽ കുറവ്, അതാണ് ആ ഒരു പെട്രോളിന്റെ ക്വാളിറ്റി കേട്ടോ.
മില്ലി 80 ms. അപ്പോൾ 9 മിനിറ്റ് 50 സെക്കൻഡും 80 millisecond ആണ് ശരിക്ക് ഈ 50 പെട്രോൾ കൊണ്ട് BPCL ഈ വണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ പെട്രോൾ ഒഴിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ആ ഒരു സമ്പിൽ കുറച്ച് പെട്രോൾ ബാക്കിയുണ്ടാവും. ഞാൻ കാണിച്ചു എത്ര ഉണ്ടാവും എന്നുള്ളത്. ഇതിൽ പെട്രോൾ ഇല്ല കേട്ടോ. ഈ പെട്രോളിലേക്ക് മറ്റേ പെട്രോൾ മിക്സ് ആവും. ഓക്കെ, അപ്പോൾ സമ്പിലുള്ള പെട്രോളും കഴിഞ്ഞിട്ടുണ്ട്. ഇത് 20 ml പെട്രോൾ ഉണ്ടാവും തോന്നുന്നു. അപ്പം ഈ പെട്രോൾ ഒഴിവാക്കുകയാണ്. ഇനി നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് ട്യൂബിലൊന്നും വേണ്ട, അടുത്താണ് എടുക്കാൻ പോകുന്നത് നേരിൻ്റെ പെട്രോള്. അപ്പോൾ 980 ആണ് അത് ഓടിയിട്ടുള്ളത്. 2 സെക്കൻഡ് കൂടുതലുണ്ടാകും, കാരണം നമ്മൾ ആ ഒരു ടൈമിങ് ഓൺ ആക്കാൻ കുറച്ചൊരു ലാഗ് അടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മൊബൈലിലെ ടച്ച് എൻ്റെ കൈ എത്തിയില്ല, വിരൽ സ്റ്റാർട്ടായ ഉടനെ തന്നെ. കൂടുതലുണ്ടാവുമെന്ന് വിചാരിക്കാം. ഏതായാലും വലിയ ഡിഫറൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ആ ഡിഫറൻറ്റ് ഇല്ല നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. കുറവുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് 50 മില്ലിയുടെ ഇത്. ഇത് നേരത്തെ ഒഴിച്ചപ്പോൾ നോക്കുക, ഇതിൽ പെട്രോളിൻ്റെ കളറ് ഇതിൽ ഒഴിച്ചിട്ടും ഇത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് അല്ല. ഈ ഒരു നോക്കട്ടോ, കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഓക്കെ, ഇതുണ്ട്. ഈ ഒരു കളർ ഫീൽ ചെയ്യുന്നത് ശരിക്കും നേരത്തെ ഒരു പച്ചവെള്ളം ഒഴിച്ച മാതിരിയായിരുന്നു ശരിക്കും BPCL ഉണ്ടായിരുന്നത്. ഏതായാലും കളറിൻ്റെ വലിയ പ്രത്യേകത ഉണ്ടോ, അഡിറ്റീവ്സിൻ്റെ പ്രശ്നമാണ്. എന്നാലും അതിൽ നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ 5 രൂപ കൂടിയതിന് ശേഷം നേരെ അടിക്കാറില്ല. 5 രൂപ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് നേരിൻ്റെ ഭാഗത്ത് ഞാനും പോകാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, നേരിനെ ഒഴിവാക്കിയിട്ടതാണ്. അപ്പോൾ ഏതായാലും ഇതിൽ നമുക്കൊരു തീരുമാനത്തിലെത്താം. എനിക്കും എത്താം കേട്ടോ. എൻ്റെ കാര്യം ഞാനും കൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കൂടി ഇതിഞ്ഞ് ഉപയോഗിച്ച് 5 രൂപ കൂടുതൽ കൊടുത്താൽ അതിൻ്റെ എന്തെങ്കിലും ഈക്വലാണെങ്കിലും കൂടെ നമുക്ക് അടിക്കാമല്ലോ. അപ്പോൾ പ്രൈസ് കൂടിയിട്ട് നമ്മൾ മാറ്റിയേക്കേണ്ട കാര്യമില്ലല്ലോ. ഓൺ ചെയ്യാണ് കേട്ടോ. ഏറ്റവും വലിയ ഞാനിതൊന്ന് ക്ലോസ് ചെയ്തുള്ളത്. ഓക്കെ, ക്ലോസാണ്. തുറക്കാൻ പോവാണ്. തുറന്നു. അപ്പോൾ ഒന്ന് ഫില്ലാവട്ടെ.
ഇഗ്നിഷൻ ഓൺ ചെയ്യാണ്. ഓക്കെ, ഓവർഫ്ലോ ഉണ്ടോ നോക്കുക. ഇല്ല. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു കിക്കിന് സ്റ്റാർട്ട് ആയില്ലെങ്കിലും പ്രശ്നമാണ്. ത്രോട്ടിൽ കൊടുക്കുന്നില്ല ഞാൻ. ത്രോട്ടിൽ കൊടുത്ത് ഓവർ പെട്രോൾ സക്ക് ചെയ്ത് പോകും. ത്രോട്ടിൽ കൊടുക്കാതെയാണ് രണ്ടും സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ത്രോട്ടിൽ കൊടുത്തിട്ടും ത്രോട്ടിൽ കൊടുക്കാതെ ആയി കഴിഞ്ഞാലും അതും ഡിഫറൻറ്റ് വരും. അപ്പോൾ രണ്ടും ഒറ്റ കിക്കിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുമാതിരി ത്രോട്ടിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കുറവ് കാണിക്കുന്ന പെട്രോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി നന്നാണ്. കാരണം മറ്റേ മൂന്നും കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടി കുറഞ്ഞ അളവിൽ പെട്രോൾ എടുത്താൽ മതിയായിരുന്നു എത്ര ടൈമിൽ നിൽക്കുന്നുണ്ടെങ്കിൽ. കാരണം ഇനിയിപ്പോൾ ഏതായാലും രണ്ടുപേരെയും ഇതിൽ എടുത്തില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറഞ്ഞ ഏതാണ് കാണിക്കുക ഒന്നും ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. കാരണം ഇതിൽ ടൈമിങ് കുറവാണ് നേരെ കാണിക്കുന്നതെങ്കിൽ പിന്നെ നേരിന്റെ ഭാഗത്തേക്ക് പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പൈസയും കൂടുതലാണ്, ടൈമിങ് കുറവാണെന്നതിൽ കാര്യമില്ലല്ലോ. പിന്നെ അടുത്ത വീഡിയോ ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ഡിഫറൻറ്റ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തുതരാം. ഞാൻ പെട്രോളിന്റെ കാര്യം പ്രത്യേകിച്ച് എടുക്കാനുള്ള കാരണം ഞാൻ ഉപയോഗിക്കുന്ന 3 കാറുകളിൽ 3 വണ്ടിയും പെട്രോളാണ്. പെട്രോൾ വണ്ടിയാണ്. ഡീസൽ വണ്ടി 2 ഉണ്ട്. ഡീസൽ വണ്ടി ഒന്ന് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഞാൻ കൂടുതലായിട്ടും ലോങ്ങിൽ ഉപയോഗിക്കുന്നത് 3 പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ആ പെട്രോൾ ഏതാണ് നല്ലതെന്നുള്ളത് പിന്നെ മനസ്സിലാക്കൽ എൻ്റെ ഒരു ആവശ്യത്തിന് കൂടിയാണ്. ആ ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും പെട്രോൾ തമ്മിൽ കമ്പാരിസൺ ആവശ്യമുള്ളവർ കമന്റ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും വേറെ ബ്രാൻഡിന്റെ കമ്പാരിസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മുമ്പ് വീഡിയോ പോയി നോക്കിയാലും മതി. പക്ഷേ ഈ 20 എന്നുള്ളത് ഏപ്രിൽ മുതലാണ് കമ്പൽസറി ആയിട്ട് എല്ലാ പമ്പുകളും വന്നു തുടങ്ങി. അപ്പോൾ അതിനു മുമ്പിൽ എത്തനോൾ ചിലപ്പോൾ ചില ബ്രാൻഡുകൾ അല്പം കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ മുന്നേ വീഡിയോയിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ E20 ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് പമ്പിൽ വന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 2026 ഏപ്രിൽ മുതലാണ്. അപ്പം അതിൻ്റെ ശേഷമുള്ള ടെസ്റ്റാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ശേഷം ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ VPCL ആണ് കൂടുതലും. ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പഴയ നമ്മൾ ആദ്യമുള്ളൊരു പമ്പാണ്. നമ്മളെ ലൊക്കാലിറ്റിയിലെ ഏറ്റവും പഴയൊരു പമ്പാണ്. അപ്പോൾ ആ ഒരു പമ്പിൽ പോയിട്ടാണ് കൂടുതലായിട്ട് ഞാൻ പെട്രോൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പെട്രോൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേണമെന്നുള്ളവർക്ക് വേറെ പെട്രോളായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഏകദേശം ആ ഒരു സെയിം ഇതിലെത്തും തോന്നുന്നു. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിന് മുകളിൽ കിട്ടണം കേട്ടോ. മുകളിൽ നല്ല രീതിയിൽ പോയാൽ തന്നെ കാര്യമുള്ളൂ.
കാരണം ഇതിന് മുമ്പിലെ ഡിസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ മൈലേജ് കാണിച്ചിരുന്ന പെട്രോൾ നേരെ ആയിരുന്നു. അതിന് എല്ലാ സമയത്തും എല്ലാ ടൈമിലും ലോഡും പെട്രോൾ വരുന്നതും അതിൻ്റെ റിഫൈനറി സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ സമയത്ത് ഒരേമാതിരി ആയിക്കോളണമെന്നില്ല കേട്ടോ. അങ്ങനെ എത്രയോളം റീഫില്ലിങ് അങ്ങനെയാണ് നടക്കുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാത്ത കാര്യം പഠിക്കാനും അത് ഹെൽപ്പാവും. ഒമ്പത് 7 ആയിട്ടുണ്ട്. 9:50 ഉണ്ടായിരുന്നത്. 9:11 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഈ ടെസ്റ്റ് ഇതോടെ നിർത്തണം. ഒരുപാട് ലെങ്തി ആയും വീഡിയോയിലൂടെ. വലിയ ഡിഫറൻ്റ് ഒന്നും എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരു അരോചകമായി തോന്നും. ഇതിൽ വലിയ ഡിഫറൻ്റ് ഇല്ല എങ്കിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം നേരയിലേക്ക് നോക്കുക. ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നോക്കാനില്ല, പിന്നെ നേരെ ഒഴിവാക്കുകയാണെങ്കിൽ നന്നാവുക. ഓക്കെ, ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്. 2 സെക്കൻഡ് 3 സെക്കൻഡ് കൂടിയിട്ടുണ്ട്, 4 സെക്കൻഡ്. ഇത് പിന്നെ മുകളിലൊക്കെ കൂടുതൽ പോകണതൊക്കെ കൂടുതലാണ് കേട്ടോ. 50 മുകളിലേക്ക് പോകണതൊക്കെ കൂടുതലാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. പത്ത് മിനിറ്റ് 36 സെക്കൻഡ് 84 മൈക്രോ സെക്കൻഡാണ് ശരിക്കും ഇതിൽ കിട്ടിയേക്കുന്നത്. അപ്പം 36 സെക്കൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു മിനിറ്റ് ഇല്ല. അപ്പം 9 മിനിറ്റ് 50 സെക്കൻഡ് ആയിരുന്നു മറ്റേതുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു 1/2 മിനിറ്റിൽ കൂടുതലായിട്ട് നമ്മൾ നേരെ പെട്രോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പ്രൈസ് വൈസ് നോക്കുമ്പോൾ 5 രൂപ കൂടുതലാണ്. അപ്പം 5 രൂപ കൂടുതലെന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം മാറ്റം വരുന്നുള്ളൂ. ഇതിപ്പോൾ ആകെ 50 ml മാത്രമേ പെട്രോൾ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കുക. 50 ml പെട്രോൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് കൂടുതലായിട്ട് വരുമ്പോൾ വലിയ ഒരു മാറ്റം വരും. അത് ഒരു 500 മില്ലിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് 5 മിനിറ്റിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യും. അത് 1 ലിറ്റർ ആകുമ്പോൾ 10 മിനിറ്റിൽ കൂടുതൽ വർക്ക് ചെയ്യും. ഈ ഒരു സംഗതി നോക്കുമ്പോൾ 10 മിനിറ്റിൻ്റെ അടുത്ത് 8 മിനിറ്റിൻ്റെ അടുത്ത് എന്തായാലും കൂടുതലായിട്ട് ഈ വണ്ടി വർക്ക് ചെയ്തിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 5 രൂപ കൂടുതൽ കൊടുത്താലും ഏകദേശം ആ ഒരു നഷ്ടം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ ഉണ്ട്. കാരണം നഷ്ടം ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല എന്നുള്ള പിന്നത്തെ കാര്യമാണ്. നഷ്ടം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയ ഡിഫറൻ്റ് ഒന്നുമല്ല. ഈ ഒരു 50 മില്ലി പെട്രോളിൽ നമുക്ക് 1 മിനിറ്റിൻ്റെ അടുത്ത് മാറ്റം വന്നിട്ട് കാണുന്നുണ്ട്. അപ്പം ഇനി നിങ്ങൾ തീരുമാനിക്കുക വേണോ വേണ്ടേ എന്നുള്ള എൻ്റെ ഒരു സംശയമായിരുന്നു. എൻ്റെ സംശയം തീർക്കുക. പിന്നെ ഈ പെട്രോളിന് 2 കളറിൻ്റെ വ്യത്യാസം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് എല്ലാ പെട്രോളും ആയിക്കൊള്ളണം എന്നില്ല. നോക്കട്ടോ, ഇതിൻ്റെ ഒരു കളറിൻ്റെ ഡിഫറൻറ്റ്. ഇത് നേരെയാണ്. ഇത് ഇനി സംശയമുണ്ട് വേറെ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഈ ഒരു മൈലേജ് ടെസ്റ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിനൊരു കളറിൻ്റെ ഡിഫറൻറ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാനിത് ഇനി നേരെ ചെയ്യാൻ തന്നെ വിചാരിച്ചു. കാരണം ഒരു 5 രൂപ ഡിഫറൻറ്റിന് പെർഫോമൻസ് കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം നോക്കുള്ളൂ. ഇത് നോക്കട്ടോ, നമ്മൾ ഈ ഒരു ജാറിൽ ഇത് ശരിക്കും ട്രാൻസ്പെറൻ്റ് അല്ല, പക്ക ട്രാൻസ്പെറൻ്റ് അല്ല. ചെറിയ ഒരു ഫെയ്ഡിങ് ഉണ്ട് ഇതിന്. പിന്നെ ഒരു സ്മോഗി ഫീലിംഗ് ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ. ഇതിൽ നോക്കി, ഇതിൽ പെട്രോളിൻ്റെ കളർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നേരെ. ഇനി ഞാൻ മറ്റേ ഒഴിച്ച് കാണിച്ചു തരാം. ഞാൻ ഒരിക്കലും നേരൻ്റെ പ്രൊമോട്ടർ അല്ല കേട്ടോ. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നാമത്തെ പെട്രോൾ വണ്ടി എനിക്ക് അറിയാലോ മൈലേജ് ഇല്ല. 8 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ ഉള്ള മൈലേജുള്ള വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു മൈലേജ് കിട്ടുക, നമുക്ക് പെർഫോമൻസ് വണ്ടിയാണ്. ഫിയറ്റിൻ്റെ TJet ആണ് 2 വണ്ടിയും കിടക്കുന്നത് പെട്രോൾ വണ്ടി. പിന്നെ മിത്സുബിഷിൻ്റെ ഔട്ട്ലാൻഡറാണ് വേറെ പെട്രോൾ. ഔട്ട്ലാൻഡറിൻ്റെ ഒക്കെ മൈലേജ് എത്ര കിട്ടും എന്നുള്ളത് ഏകദേശം അറിയുന്നവർക്കറിയാം. നോക്കട്ടെ ആ കളറ് ഈ നോക്കുക. ഇല്ലാത്തത്തോളം കളർ ഡിഫറൻറ്റ് ഒന്ന് നോക്കി. ഇത് ശരിക്കും ഒരു എന്താ പറയുക, കളർ ഇല്ലാത്ത മാതിരി എനിക്ക് തോന്നുന്നത്. ഉണ്ട് ഇല്ല എന്നുള്ളതല്ല, എന്നാലും
ചെറിയ ഡിഫറൻറ്റ്, കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ്. നിങ്ങൾ കുപ്പിയിൽ നിങ്ങളൊന്ന് പോകും, നിങ്ങളെ ലൊക്കാലിറ്റിയിലെ പെട്രോൾ ഒന്ന് 2 പെട്രോൾ ഒന്ന് വാങ്ങിച്ച് നോക്കട്ടെ. ചില ബോട്ടിൽ ഇപ്പോൾ എല്ലാ ഇടങ്ങളിലൊന്നും പെട്രോൾ കിട്ടില്ല. അപ്പോൾ നമ്മളെ ഏരിയയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചില ഏരിയയിൽ സിറ്റി ഏരിയ ഒന്നും ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കും, ബോട്ടിലൊന്നും പെട്രോൾ കിട്ടുന്നില്ല. അപ്പം ഈ ഒരു പെട്രോളിൻ്റെ കളറ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അഡിറ്റീവ്സിൻ്റെ കാര്യം നോക്കട്ടോ. കണ്ടല്ലേ, ഇത് കുറച്ച് ഡാർക്ക് കളർ തന്നെയാണ്. എനിക്കിത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൊക്കാലിറ്റിയിൽ പെട്രോൾ ഒന്ന് വെച്ചിട്ട് വാങ്ങി നോക്കുക കേട്ടോ. കാരണം ഞാൻ BPCL മാത്രമേ കമ്പയർ ചെയ്തുള്ളൂ. ഇനി എനിക്ക് ഡൗട്ടിൽ ബാക്കിയുള്ള ബാക്കിയുള്ള പെട്രോളും കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാം കമ്പയർ ചെയ്ത് ഞാൻ അടുത്ത വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിലവിൽ BPCLനേക്കാൾ നല്ല നേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചുരുങ്ങിയ 50 മില്ലി പെട്രോൾ ഒരു മിനിറ്റിൻ്റെ അടുത്ത് മാറ്റം വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കൂടുതലായിട്ട് ക്വാണ്ടിറ്റി അടിക്കുമ്പോൾ നല്ല മാറ്റം വരും. 1 ലിറ്ററിലൊക്കെ ആ ഒരു ഏകദേശം 5 രൂപ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല എന്നാണ്. ഇനിയിപ്പോൾ നേരെ ഈ 5 രൂപ കൂടുതലായത് കൊണ്ട് തന്നെ അവർ ക്വാളിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ടോയെന്ന് അതും അറിയില്ല. ഏതായാലും ഇനി ഞാൻ പെട്രോൾ ഒന്ന് ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ, മിസ്സിങ്ങോ കാര്യങ്ങളോ പെർഫോമൻസ് കൂടുതലുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അടുത്ത വീഡിയോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.